എല്ലാരെയും എനിക്കറിയാം, എനിക്ക് അപരിചിതമായ മുഖങ്ങളൊന്നും ഇവിടെ ആരുമില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതായത് ഇന്ന് ആധുനിക തലമുറ എന്ന് പറയുന്നത് അധ്യാപകന്മാർക്കൊന്നും അത്ര വലിയ ഒരു പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് ഇന്നത്തെ കുട്ടികൾ വളരുന്നത്. കാരണം നമ്മൾ കേൾക്കുന്നത് ഇന്നത്തെ കുട്ടികൾ, നമ്മൾ ഭൂരിഭാഗം നമ്മളിപ്പം കടന്നു പോകുമ്പോൾ ജെമിസിന്റെ മുന്നിൽ നിന്ന് നടന്നു പോകുമ്പോൾ ഇന്നത്തെ കുട്ടികൾ പറയുന്നതും വിളിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അവർ ചിലപ്പോൾ ചോദിക്കും, ആരെന്താണ് അടുത്ത പീരീഡ്, അംബിക വാസുവ, അങ്ങനെ ചോദിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ള കുട്ടികൾ അധ്യാപകന്മാരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ബഹുമാനിച്ചിരുന്നു എന്നൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഈ മുഖങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ധന്യമായ ഒരു നിമിഷമാണിത്. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. പിന്നെ ഇതിനു വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു കൂട്ടായ്മ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളിൽ പല ആളുകളും മാസങ്ങൾക്ക് മുമ്പേ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ള കാര്യം ഞാൻ ഫേസ്ബുക്കിലൂടെ അറിയാറുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇപ്പം ഇവിടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ജസീൽ പറഞ്ഞു, തസ്ലീം പറഞ്ഞു, മാം ഇന്നും ഞാൻ രാവിലെ 9 മണിക്ക് ആണ് ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. സത്യമായിട്ടും ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും മനസ്സിൽ ഒരു വല്ലാത്ത സങ്കടവും ആ നിമിഷം തോന്നിയിരുന്നു. വളരെയധികം പ്രതീക്ഷയിലോടും അവനായിരിക്കണം, അവനും വരുൺ ചക്രവർത്തി, ഇങ്ങനെ പറയുന്ന കുറച്ച് ആളുകൾ, ലാൽ സൂരജ്, സ്വരൂപ്, ഇവരൊക്കെ ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് വീട് മരിക്കുമ്പോൾ രാകേഷ്, ഇവരൊക്കെ ഇതിന്റെ പുറകിൽ നിന്ന് ജസീം, ഇവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളുമായിട്ട് തയ്യാറെടുക്കുന്നു എന്ന് കാണുമ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, ഇവര് നമ്മളെ ഇത്ര കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. സത്യത്തിൽ ഈ പരിപാടി ഇന്ന് ആരംഭിക്കുമ്പോൾ ജയബാലൻ മാസ്റ്റർ അദ്ദേഹവും വളരെയധികം സന്തോഷത്തിൽ തന്നെയായിരുന്നു. കാരണം 2 വർഷം മുമ്പേ ഒരു കൂട്ടായ്മ നടത്തിയ കുട്ടികളല്ലേ അംബിക വീണ്ടും നമ്മളെയൊക്കെ പങ്കെടുപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു കൂട്ടായ്മ നടത്തണം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ വലിയ മനസ്സിന് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ഒരു സദസ്സിൽ നമുക്ക് ആരോഗ്യം ആയുസ്സും ബാക്കിയുണ്ടെങ്കിൽ ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്കും ഒരു വലിയ സദസ്സിന്റെ മുന്നിൽ വന്നിട്ട് ഇതുപോലെ ഒരു 2 വാക്ക് പറയാൻ എനിക്ക് പറ്റണം എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇനി അങ്ങോട്ട് ഞങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ പറയാൻ ഇവിടെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. കാരണം പറയത്തക്ക ഒരു വിശേഷവും നമുക്കില്ല. ജെബിസിൽ വരുന്നു പോകുന്നു, ഇത്രമാത്രം. നിങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനാണ് ഞങ്ങൾ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നത്. കാരണം കുറച്ചു പേരെ കുറിച്ചിട്ട് മാത്രം നിങ്ങൾ എന്താണ് എയർഫോഴ്സുകാരനും മിലിറ്ററിക്കാരനും ഗൾഫുകാരനെല്ലാം കിട്ടിയിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാരെ കുറിച്ചിട്ടും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്കും ആകാംക്ഷയുണ്ട്. ഞങ്ങൾ പഠിപ്പിച്ചിട്ട് ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങി പോയ കുട്ടികൾ ഇന്ന് ജീവിതത്തിൽ ഏത് വഴിയിൽ എത്തിയിരിക്കുന്നു, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇനി എന്ന് നിങ്ങൾ ഞങ്ങൾക്കൊപ്പം തിരിച്ചു വരും, ഇതൊക്കെ അറിയാൻ ഒരു ആഗ്രഹം എന്തായാലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഓരോരുത്തരായിട്ട് ആരും പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം പെണ്ണുങ്ങളെല്ലാം പഠിച്ചു നിൽക്കുമെന്ന്, അങ്ങനെ ഒരു മടിയും വേണ്ട. പിന്നെ പ്രത്യേകിച്ചിട്ടും റംലത്തിന്റെ ഭർത്താവിന് എന്തായാലും ഇങ്ങനെ ഒരു എന്താ പറയട്ടെ സദസ്സിൽ വരാൻ, അവളെയും കൂട്ടിയിട്ട് വരാൻ മനസ്സ് കാണിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. വരുൺ ചക്രവർത്തിയും രാകേഷും ഭാര്യമാരെല്ലാം അവരൊക്കെ നേരത്തെ കാലത്തെ വന്നിരുന്നു. 4 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്നും കൂടെ ഭർത്താക്കന്മാരെയും നിങ്ങളെല്ലാവരും ഭാര്യമാരെയും കൂട്ടിയിട്ട് വീണ്ടും